ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു രമ്യാസ് പ്രാങ്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്ത് ടിപ്പാണ്. ഒരു ചെറിയൊരു പൊടിക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പൊടിക്ക് തന്നെയാണ്. എല്ലാ സമയത്തല്ല, നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രം ചെയ്ത് നോക്കാൻ പറ്റുന്ന പൊടിക്ക്. ചില സമയത്ത് നമുക്ക് വയറിളക്കം ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ചും വൈകുന്നേരങ്ങൾ രാത്രിയിലൊക്കെ വയറിളക്കം വരുവാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ടിപ്പ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്ത് നോക്കുക. ഇത് വെറും ഒരു പൊടിക്കൈ മാത്രമാണ്. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ എന്തായാലും പോയി കാണണം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ചായപ്പൊടിയാണ്. ചായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അതിൻ്റെ ഒരു കളറ് കരിഞ്ഞു പോകരുത്. നമുക്ക് ഏകദേശം ഇത് മനസ്സിലാവും. കളറ് മാറുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 250 ml വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു അര ഗ്ലാസ് ആവുന്നവരെ വറ്റിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അതൊരു പകുതി ആവുന്നവരെ, ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് ആവുന്നവരെ ഇത് വറ്റിച്ചെടുക്കണം. മൺപാത്രത്തിലായതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് തന്നെ അത് വറ്റി വരും. നോർമൽ പാത്രത്തിലാണെങ്കിൽ കുറച്ച് അധിക സമയം നമ്മൾ അടുപ്പത്ത് വെക്കേണ്ടി വരും. നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി നല്ല സ്ട്രോങ്ങിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കട്ടൻ ചായ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പഞ്ചസാര ഇടാതെ കുടിക്കുന്നതാണ് നല്ലത്. കട്ടൻ ചായ കുടിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. വിത്തൗട്ട് ഷുഗറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ചായ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കാം. തീ കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അങ്ങനെ കുറുക്കിയെടുത്ത ചായ നമ്മൾ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കണം. കട്ടൻ കുടിക്കുന്നത് മിക്ക ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. വെള്ളത്തിന് ശേഷം ഒട്ടുമിക്ക മലയാളികൾക്കും പ്രിയപ്പെട്ട ഒന്നാണ് കട്ടൻ ചായ. കട്ടൻ ചായ ഷുഗർ ഇല്ലാണ്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. വായുടെ ആരോഗ്യം നിലനിർത്താൻ നല്ലതാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ലതാണ് ലൈറ്റായിട്ട് കട്ടൻ ഉണ്ടാക്കി കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇങ്ങനെ അരിച്ചൊഴിച്ച ചായയിലേക്ക് നല്ല കയ്പ്പായിരിക്കും. ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കണ്ണടച്ച് ഒറ്റ വലിക്ക് തന്നെ കുടിക്കണം. നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കണം. എന്നാൽ മാത്രമേ അത് കുടിക്കാൻ പറ്റൂ. നല്ല കയ്പ്പുണ്ടാവും. ഉപ്പ് കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മളിത് ഇതേ ചായയിലേക്ക്, ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയ ചായയിലേക്ക് ഒരു അര ഭാഗം ലെമൺ പിഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടും ഇതേപോലെ തന്നെ ഒറ്റ വലിക്കാൻ ഇതും കുടിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.